ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേയന്നദ്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना. ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्. एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഭാവപുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുനതോ മമ. ആറാം സ്കന്ധത്തിൽ സർവേശ്വരന്റെ സവിശേഷ കൃപയെ പരാമർശിക്കുന്ന അജാമിളന്റെ ആഖ്യാനം, കഥ, നാമജപ മാഹാത്മ്യം ഗംഭീരമായി പ്രകാശിപ്പിക്കപ്പെട്ട കഥ നമ്മൾ ശ്രമിച്ചു. പ്രഹ്ലാദ ചരിതം പ്രതിപാദിക്കുന്നത് സപ്തമ സ്കന്ധത്തിലാണ്. സപ്തമ സ്കന്ധത്തിൻ്റെ പ്രമേയം, സബ്ജക്റ്റ് മാറ്റർ, അത് ഊതിയാണ്. ഊതി എന്ന വാക്കിൻ്റെ അർത്ഥം കർമ്മവാസന. കർമ്മവാസനകളുടെ സ്വാധീനം ജീവിതത്തെ എത്രമേൽ സങ്കീർണമാക്കും. അത് ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശദമായി വിചാരം ചെയ്യാൻ നമുക്ക് സൗകര്യം ലഭിക്കും. പ്രഹ്ലാദന്റെ ആഖ്യാനമാണ്, സാക്ഷാൽ നരസിംഹപ്രഭുവിൻ്റെ അവതാര ചരിതമാണ് മുഖ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രഹ്ലാദന്റെ ചരിതം എന്തുകൊണ്ട് വർണ്ണിച്ചു? സുഖബ്രഹ്മർഷി അല്ല പ്രഹ്ലാദ ചരിത കഥ പറയുന്നത്, മറിച്ച് സാക്ഷാൽ ശ്രീ നാരദരാണ്. നാരദർഷി ആകട്ടെ ധർമ്മപുത്രർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്രകാരം ഒരു കഥാപ്രവചനത്തിന് സുഖബ്രഹ്മർഷി തയ്യാറായതിന് കാരണം എന്താണ്?
പരീക്ഷിത മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചത് പ്രമാണിച്ചാണ് പ്രഹ്ലാദ ചരിതം അവതരിപ്പിക്കുന്നത്. ഇത്രയും പ്രാഥമികമായി ഓർമ്മിക്കാം. നമ്മിലെ കർമ്മവാസനകൾ മുഖ്യമായും രണ്ട് പട്ടികയിൽ പെടുന്നു. ദൈവ ആസുര ഏവച. ദൈവീ സമ്പത്ത്, ആസുരീ സമ്പത്ത്, ഇങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. ഇതിൽ ആസുരീ സമ്പത്ത് വീണ്ടും രാക്ഷസീയ വൃത്തികൾ എന്നും അവയെ തരംതിരിച്ച് പറയും. അപ്പൊ ആസുരീ സമ്പത്ത് രാക്ഷസീ സമ്പത്തും കൂടിയാണ്. വളരെ ക്രൂരമായ രീതിയിൽ കാമന നിവൃത്തിക്കൊക്കെ ഉത്സാഹിക്കുമ്പോൾ രാക്ഷസീയതയുടെ പട്ടികയിൽ പെടും. ഏതായാലും കർമ്മവാസനകൾ ജീവിതത്തെ കാമക്രോധാദികളായിട്ട് സ്വാധീനിച്ച് നരകങ്ങളിലേക്ക് നമ്മെ വലിച്ചഴിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരകവാതായനങ്ങൾ മൂന്നാണ്. ത്രിവിധം നരകസ്യൈകം ദ്വാരം നാശനമാത്മനഃ. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു, 3 പ്രകാരത്തിലാണ് നരകത്തിലേക്കുള്ള വാതായനങ്ങൾ. കാമക്രോധസ്ഥഥാ ലോഭ. അത് കാമം, ക്രോധം, ലോഭം, ഇങ്ങനെ 3. തസ്മാത് ഏതത് ത്രയം ത്യജേത്. ഇതാണ് ഭഗവാൻ അവിടെ നൽകുന്ന ആഹ്വാനം. അതുകൊണ്ട് ഈ 3നെയും ത്യജിക്കാൻ ഉത്സാഹിച്ചോളണം. ത്യജിക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ മറ്റ് തീവ്ര വികാരങ്ങളെ കൊണ്ടുവരിക, ഇതാണ് വഴി. കാമത്തെ ത്യജിക്കാൻ അതിനെ ഉദാത്തമായ ഉദാരമായ സ്നേഹമാക്കി പരിണമിപ്പിച്ചെടുക്കാം. അതിന് വിവേകം വേണം. അപ്പോൾ വിവേകം കൊണ്ടാണ് കാമത്തെ ജയിക്കേണ്ടത്. ക്രോധത്തെ ജയിക്കേണ്ടതും സ്നേഹം ഉണർത്തിയിട്ടാണ്. അവിടെ വിവേകം കൊണ്ട് എല്ലാം ഒരേ പ്രിയങ്കരനായ ഈശ്വരൻ വ്യാപിച്ചിരിക്കുകയാണ്. ഈശ്വര വിസ്ഫൂർത്തിയാണ് എല്ലാം. ഈശാവാസ്യമിതം സർവം. ഈ ബോധ്യത്തോടുകൂടി സ്നേഹമുണർത്തി ക്രോധത്തെ ജയിക്കണം. ലോഭത്തെ ജയിക്കാനുമുള്ള വഴിയും വിവേകാധിഷ്ഠിത പ്രേമം തന്നെയാണ്. ആ പ്രേമം കൊണ്ട് ഏവരെയും പരിഗണിക്കാൻ തയ്യാറാവുമ്പോൾ അടക്കി വെക്കുന്നതിന് പകരം വിതരണം ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകും. അങ്ങനെ അതിനെയും ജയിക്കണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ അറിവും വിവേകവും സ്നേഹവും ഉണർത്തി നരകപ്രവേശനത്തെ തടയാൻ തയ്യാറാവണം. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പരീക്ഷിത മഹാരാജാവ് ചോദിച്ച ചോദ്യം, ശുകബ്രഹ്മർഷി അതിന് മറുപടി പറയാൻ ഉദ്യമിക്കുന്നത് പ്രസംഗവശാൽ ധർമ്മപുത്രനും ശ്രീനാരദനും തമ്മിലുള്ള സംഭാഷണത്തെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആസ്വദിക്കാം. പരീക്ഷിത മഹാരാജാവ് ചോദിച്ച ചോദ്യം ഇതാണ്: സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. പരീക്ഷിത മഹാരാജാവിന് സംശയം തോന്നി. എന്താ സംശയം തോന്നാൻ കാരണം? ഭഗവാൻ പക്ഷപാതിത്വം കാണിക്കുന്നതായിട്ട് കാണുന്നു. ഇന്ദ്രന് വേണ്ടി ഭഗവാൻ പ്രത്യേക ചില ഇടപെടലുകളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നു. അങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതാണ് സംശയം. വളരെ ഭക്ത ശിരോമണിയായ അസുരന്മാരെ പോലും വധിക്കുന്നുണ്ട്. ഇന്ദ്രന് സഹായകമായ നിലപാടാണല്ലോ ഭഗവാൻ സ്വീകരിക്കുന്നത്.
ഇതാണ് പരീക്ഷിത്ത് മഹാരാജാവിനുണ്ടായ സംശയം. ആ സംശയം ഇവിടെ ഉന്നയിക്കുകയാണ്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ, ഭഗവാന്റെ നിലപാട്, ഭഗവാന്റെ ഒരു രീതി എന്താണ്? എല്ലാവരിലും സമബുദ്ധി. അങ്ങനെയുള്ള ഭഗവാൻ പക്ഷേ ഇന്ദ്രസ്യാർത്ഥേ, ഇന്ദ്രന്റെ കാര്യം വരുന്ന സമയത്ത് കഥം ദൈത്യം അവധീത്, ദൈത്യന്മാരെ വധിക്കുന്നല്ലോ. വൃത്രാസുരനെ വധിച്ചു. ആകട്ടെ പരമഭക്ത ശിരോമണിയുമായിരുന്നു. അങ്ങനെ ചെയ്തത് ന്യായമല്ലേ? ഇതാണ് പരീക്ഷിത മഹാരാജാവ് ചോദ്യം ഉന്നയിക്കാൻ കാരണമായത്. പരമാനന്ദ സ്വരൂപിയായ സർവേശ്വരന് മറ്റുള്ളവരെ ചൊല്ലി വിരോധം തോന്നാൻ ഒരു ന്യായവും ഇല്ല. സുരഗണങ്ങളെ പ്രീണിപ്പിച്ച് ഒന്നും പ്രാപിക്കാനില്ല സർവേശ്വരനായ ഭഗവാൻ. അസുരഗണങ്ങളെ ഭയന്ന് ദ്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യവും ഇല്ല. അങ്ങനെയുള്ള ഭഗവാൻ എന്തേ പിന്നെ പക്ഷപാതിത്വം കാണിക്കുന്നു? ഇതാണ് ഉന്നയിക്കപ്പെട്ട സംശയം. ഈ സംശയത്തെ പുരസ്കരിച്ച്, ഈ സംശയത്തെ മുൻനിർത്തി സാധുപൃഷ്ടം എന്ന് സുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ അഭിനന്ദിച്ചു. എന്താ സാധുപൃഷ്ടം? ചോദ്യം ഉത്തമമായിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹരേശ്ചരിതം അദ്ഭുതം, ഹരിയുടെ അത്ഭുതകരമായ ചരിത്രം വീണ്ടും പറയാൻ ഒരു അവസരം കിട്ടി. അതാണ് ഈ ചോദ്യത്തിന്റെ മേന്മ. ഭാഗവത മാഹാത്മ്യം അത് വർണ്ണിക്കാനുള്ള സൗകര്യമായി, ഭാഗവതത്തിന്റെ മഹത്വം പറയാനുള്ള സൗകര്യം കിട്ടി. ഭഗവത് ഭക്തി വർദ്ധകമാണ് ഹരിശ്ചരിതം. ഹരിയുടെ ചരിതം ആവർത്തിച്ച് ചിന്തിക്കുന്നത് ഭഗവാനിൽ ഭക്തി വളർത്താൻ സഹായകമാവും. അതുകൊണ്ട് സാധുപൃഷ്ട എന്ന് ചോദിച്ചത് ഉത്തമമായിട്ടുണ്ട്. ഭഗവാൻ തീർച്ചയായിട്ടും ഗുണാതീതനാണ്. അതുകൊണ്ട് തന്നെ ത്രിഗുണ സ്വാധീനം ഭഗവാന് ലവലേശമില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരോടും ദ്വേഷ്യവും ഇല്ല, ആരോടും ഭഗവാന് പ്രത്യേകിച്ച് പ്രിയവും ഇല്ല. പക്ഷേ ജീവിത തലത്തിൽ നിന്ന് ഭഗവത് ചെയ്തികളെ, സർവേശ്വര ലീലകളെ പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഭേദം കാണാൻ സാധിച്ചിരിക്കും. ഭഗവാന്റെ നിലപാടിൽ അങ്ങനെയൊന്നുമില്ല. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. സകല ഭൂതകാലങ്ങളിലും എന്നെ സംബന്ധിച്ചിടത്തോളം സമമാണ്. എനിക്ക് അവയിൽ ദേഷ്യമുള്ളവ അതുപോലെ പ്രിയമുള്ളവ എന്ന വകയിലില്ല തന്നെ. എങ്കിലും ഏ ഭജന്തി തു മാം ഭക്ത്യ, ആരെന്നെ ഭക്തിപൂർവം ഭജിക്കുന്നുവോ അവരുടെ കാര്യത്തിൽ ഭഗവാൻ പ്രത്യേകത കാണിക്കും. അതിനെന്താ ന്യായം? അത് രാഗദ്വേഷാധിഷ്ഠിതമല്ലേ, ഇഷ്ടാനിഷ്ടങ്ങളാൽ പ്രേരിതമായിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുന്ന ഉത്തരം ഒരു എക്സാമ്പിൾ, ഒരു ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടാണ്, ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. എന്താ ഉദാഹരണം? അഗ്നിയെ പോലെ. അഗ്നിക്ക് അവകാശപ്പെടാം, അഗ്നിക്ക് എന്താ അവകാശപ്പെടാം? എനിക്ക് എല്ലാവരും തുല്യരാണ്. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്നവരുടെ തണുപ്പ് ഞാൻ മാറ്റും, അവർക്ക് ചൂട് കൊടുക്കും. അകലെയുള്ളവർക്ക് അത് ലഭ്യമാവുന്നില്ല, അതുകൊണ്ട് അഗ്നിക്ക് പക്ഷപാതിത്വമുണ്ട് എന്ന് പറയുന്നത് ന്യായമാണോ എന്ന് ചോദിക്കുക. ഇതുപോലെയാണ് ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാൻ അനുഗ്രഹത്തെ ചൊരിയുന്നത്. ആരെയോടെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. മാത്രമല്ല, ചോദ്യം ഇതാണ്: ഭഗവാന് എല്ലാവരോടും ഭഗവാന് സമബുദ്ധിയാണ്. പക്ഷേ നിങ്ങൾ ഭഗവാനെ എങ്ങനെ കാണും? അതിനനുസരിച്ച് ഫലം ലഭിക്കുന്നു അർത്ഥം. ഏതായാലും ധർമ്മപുത്രര് ശ്രീ നാരദരോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ ആ സന്ദർഭം പറഞ്ഞു തരാം എന്ന് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു. എന്താ പരീക്ഷത്തിന്റെ ചോദ്യം? ഭഗവാൻ സമബുദ്ധിയല്ലേ, പിന്നെയും എൻ്റെ ഇന്ദ്രന് സഹായകമായ നിലപാടെടുക്കുന്നു, ഇന്ദ്രന് വേണ്ടി ദൈത്യന്മാരെ വധിക്കുന്നു. ഇതാണ് സംശയം. കാരണം ഞാൻ വേറൊരു സംഭാഷണം പറഞ്ഞതാണ്. ഈ സംഭാഷണം എവിടെ വെച്ചുണ്ടായത്? രാജസൂയം കഴിഞ്ഞ ശേഷം സൗകര്യം കിട്ടിയപ്പോൾ സദ്ഗുരു നാരദരോട് ധർമ്മപുത്രർ ചോദിച്ചു. എന്താ ചോദിക്കാൻ കാരണമായത്? സംസാരിക്കാനുള്ള ശേഷി കൈവശം വന്നത് മുതൽ കൃഷ്ണവിരോധം മാത്രമാണ് ശിശുപാലൻ പറഞ്ഞിട്ടുള്ളത്. സംസാരിക്കാനുള്ള ശേഷി നാവിന് കൈവന്നത് തൊട്ട് നാരായണ വിരോധമാണ് ശിശുപാലൻ സംസാരിച്ചത്. അങ്ങനെയുള്ള ശിശുപാലനെ ഭഗവാൻ വധിക്കുന്നു. അത്രത്തോളം തൃപ്തികരം തന്നെ. പക്ഷേ സുദർശന ചക്രത്താൽ ഹനിക്കപ്പെട്ട ശിശുപാലന്റെ ശരീരത്തിൽ നിന്നൊരു ദിവ്യ ജ്യോതിസ് ഉയർന്നു വന്ന് ഭഗവാനെ പ്രാപിച്ച കാഴ്ച അത് ധർമ്മപുത്രർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും മഹാദുഷ്ടനായ ഒരാൾ എങ്ങനെ ഭഗവാനെ പ്രാപിക്കുന്നു? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന ധർമാധിഷ്ഠിതമായ കർമ്മങ്ങൾക്കും ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ എന്താ ഒരു വില? നമ്മൾ എന്തിന് ഇത്രയോ കഷ്ടപ്പെടണം? കഴിവതും ഭഗവത് വിരോധം പറഞ്ഞു നടന്നാൽ പോരെ. എന്നിട്ട് അത് ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അങ്ങനെയാണ് ചോദിച്ചത്. ഈ വിഷയത്തിൽ ശ്രീ നാരദർ പറഞ്ഞു, അതെ, ഭഗവാനുമായിട്ടുള്ള സംബന്ധം ഉണ്ടായാൽ അതിന് പിറകിലുള്ള വികാരം ഏതോ ആവട്ടെ, ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് മുക്തി ഉണ്ടാവും. ആ വിഷയത്തിൽ നാരദർ വ്യക്തമാക്കി കൊടുക്കുന്നു. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷരേ പൃഥക്. ഭഗവാനെ ചൊല്ലി ചിലർക്ക് വൈരമുണ്ടാവും, ചിലർക്ക് സ്നേഹമായിരിക്കാം ഉണ്ടാവുന്നത്, മറ്റു ചിലരാണെങ്കിൽ ഭയം പുലർത്തും. സ്നേഹം കൊണ്ടോ കാമം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ ഏത് പ്രകാരത്തിലായാലും ശരി, ശ്രദ്ധ ഭഗവാനിൽ നിന്ന് ലവലേശം വ്യതിചലിക്കുന്നില്ലെന്ന് വന്നാൽ സർവേശ്വരൻ ആ ഭക്തനെ അനുഗ്രഹിക്കും. ഇതിന് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തികൾ ഒഴുകുന്നതാണ് ഭക്തി. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ യഥാ വൈരാനുബന്ധേന തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാമതിഹി. നാരദർ വേറെ ഒന്നും കൂടി പറയുന്നു, സ്വന്തം അഭിപ്രായം പറയുന്നു. ഭക്തിസൂത്രം എഴുതിയിട്ടുള്ള നാരദരാണ്. ഭക്തിക്ക് സൂത്രങ്ങൾ എഴുതിയിട്ടുള്ള നാരദരാണ്. അതായത് ഭക്തിയെ വ്യാഖ്യാനിച്ച് അത് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് വിശദമായ ശാസ്ത്രം രചിച്ചിട്ടുള്ള ശ്രീ നാരദർ പറയുന്നു, എന്നാ കേട്ടോളൂ, വൈരം കൊണ്ട്, അതായത് ഭഗവത് വിരോധം കൊണ്ട് ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന അത്ര തീവ്രത ഉണ്ടാവില്ല സ്നേഹം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നിടത്ത്. യഥാ വൈരാനുബന്ധേന മർത്യഃ തന്മയതാമിയാത്. വൈരം കൊണ്ട് വിദ്വേഷം കൊണ്ട് ഭഗവാനിലേക്ക് ലയിക്കുന്നില്ലേ, അത്ര തീവ്രത ഉണ്ടാവില്ല ഭക്തി കൊണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാമതിഹി. ഇവിടെ വേട്ടാവെളിയന്റെ ദൃഷ്ടാന്തവും നാരദർ വ്യക്തമാക്കുന്നുണ്ട്. പുഴുവിനെ കൊണ്ടുവന്ന് കേൾക്കാത്തവർ ഇത് കേൾക്കണമെന്നില്ല. ഏതായാലും
ഏകാഗ്ര ചിത്തമായിട്ട് സർവേശ്വരനെ തന്നെ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷ കിട്ടും. ഇതാണ് വസ്തുത. കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തി ഈശ്വരേ മനഃ ആവേശ്യ തദഘം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഃ. ഗോപ്യ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈത്യാദയോ നൃപാഃ സംബന്ധാത് കൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. നാരദർ വളരെ വ്യക്തമായിട്ട് ഈ പാഠത്തെ അവതരിപ്പിക്കുന്നു. എന്താ പറയുന്നത്? കാമാത്ത്, ചിലർ കാമത്താൽ, ഭഗവാനോട് കാമം ഒട്ടും തെറ്റില്ല എന്ന് പറയാം. ചിലരാണെങ്കിലോ ഭയാത്ത്, ഭയം കൊണ്ട് ചിലർ ഭഗവാനെ ആശ്രയിക്കുന്നു. ഏത് നേരവും ഭയം കൊണ്ട് ഭഗവത് ചിന്തനം തന്നെ. വേട്ടാവളിയുടെ കാര്യം പറയുന്നത് അതുപോലെ ഏത് പ്രകാരത്തിലായാലും ശരി ഭഗവത് സംബന്ധം ഉണ്ടാവുമ്പോൾ എന്താ ഗുണം? പാപങ്ങളൊക്കെ നീങ്ങും. മനസ്സിലെ പാപിഷ്ഠങ്ങളായ ചിത്തവൃത്തികളൊക്കെ നിരാകരിക്കാൻ ഭഗവത് ചിന്തനം കൊണ്ട് സാധിക്കും. അങ്ങനെ അവയൊക്കെ നിരാകൃതമായി കഴിഞ്ഞാൽ, അവയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ, അവയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാവും. ഉദാഹരണം പറയാമോന്നാണെങ്കിൽ, ഗോപ്യ കാമാത്, ഗോപിഭക്തന്മാര് കാമത്തോടെയാണ് ഭഗവാനെ ആശ്രയിച്ചത്. ഗോപികമാർക്ക് ഭഗവാനോട് കാമമായി. ദേവിയോട് പ്രാർത്ഥിച്ചത് സർവേശ്വരനെ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് തരണേ. അത് അന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്യായമല്ല എന്ന് ശ്രീ നാരദ ഭക്തി സൂത്രങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഗോപികമാരുടെ കാമത്തിന്റെ സവിശേഷത നാരദൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയാമോ? സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന ഭക്തിയെ നിർവചിച്ചിട്ടുണ്ട്. ഭഗവാനുള്ള പരമപ്രേമം, അതാണ് ഭക്തി. ഗോപികമാരുടെ ഭക്തിയിലുള്ള വിശേഷം എന്താണ്? ഭഗവാന്റെ സുഖം, തത്സുഖ സുഖിത്വം. ഭഗവാൻ എന്താണോ പ്രിയങ്കരമായത് അത് തങ്ങൾക്ക് പ്രിയങ്കരം എന്നവരെണ്ണിയിരുന്നു. മാത്രവുമല്ല, നാരദർ പറയുന്നു, ഭഗവാനോടുള്ള കാമം കൊണ്ട് പക്ഷേ ഗോപികമാർ ഒരിക്കലും ഭഗവാന്റെ വൈഭവത്തെ മറന്നിട്ടില്ല. അത് പ്രധാന ലക്ഷണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഭക്തി സൂത്രങ്ങളിൽ. സാധ കാമയമാന എന്ന ഭക്തിയെ നിർവഹിച്ചിട്ട് ഗോപികമാരുടെ ഭക്തിയിൽ തത്ര മാഹാത്മ്യജ്ഞാന വിസ്മൃത്യപവാദ, അവിടെ മാഹാത്മ്യം വിസ്മരിച്ചു പോയി എന്ന ദോഷം ഇല്ല. അങ്ങനെ അല്ലാത്ത കാമം ജാരാണാമിവ, അത് വേശ്യയും ജാരനും തമ്മിലുള്ള ബന്ധമില്ല. അങ്ങനെ ഗോപികമാരുടെ ഭക്തിയെ കരുതിയില്ല. മാത്രവുമല്ല, ഗോപികമാരുടെ ഭക്തി വിശേഷം വർണ്ണിക്കുന്നിടത്ത് ഗോപികമാര് പാടിയത് ഭഗവാനെ കാണാതെ വന്ന സമയത്ത് രാസലീല സമയത്ത്, രാസലീലയ്ക്ക് 2 ഘട്ടമുണ്ട്. ആദ്യ ഒരു രാസലീല സംഭവിച്ചു, അതിനുശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു കളഞ്ഞു. അപ്പൊ ഗോപികമാര് അന്വേഷിച്ച് അലയുന്ന രംഗമുണ്ട്. ആ സമയത്ത് പാടിയതാണ് ഗോപിക ഗീതം. ആ ഗീതത്തിലാകട്ടെ ഗോപികമാര് നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന് ഭഗവാനെ തിരിച്ചറിഞ്ഞ് പാടിയിരിക്കുന്നു. മാഹാത്മ്യജ്ഞാന വിസ്മൃതി അപവാദ, ഭഗവാന്റെ മാഹാത്മ്യത്തെ വിസ്മരിച്ചിട്ടില്ല. കേവലം ഗോപികാനന്ദനല്ല, അങ്ങ് സർവ അന്തര്യാമിയായി പരിലസിക്കുന്ന ചൈതന്യമാണ്. ഏന രൂപം സംഗന്ധം ശബ്ദം സ്പർശാശ്രമൈഥുനാൻ പരിശിഷ്യത്തെ ഏതദ്വൈ എന്ന് കഠോപനിഷത്ത് ഉപദേശിക്കും. സകല ഇന്ദ്രിയ പ്രവർത്തനങ്ങളും യാതൊരു ചൈതന്യ സാന്നിധ്യത്തിലും അധ്യക്ഷതയിലുമാണോ സംഭവിക്കുന്നത്, അതാണ് ഭഗവാൻ എന്നാണ് ഗോപികമാര് ഔപനിഷദികമായ തത്വത്തെ എന്ന പോലെ ഭഗവാനെ മനസ്സിലാക്കിയത് പരാമർശിച്ചു. പോലെ കാമാത് ഭയാത്ത് കംസഹ, ഭയം കൊണ്ടാണ് കംസൻ ഭഗവത് ചിന്തന നിരതനായത്.
ദ്വേഷാത് ചൈത്യാദയോ നൃപാഹ. ദ്വേഷം കൊണ്ടാണ് ശിശുപാലം തുടങ്ങിയ രാജാക്കന്മാർ ഭഗവത് വിദ്വേഷം എപ്പോഴും പുലർത്തി. സംബന്ധാത് വൃഷ്ണയ. വൃഷ്ണികളൊക്കെ ഭഗവാനുമായിട്ടുള്ള സംബന്ധം, ഞങ്ങളുടെ ബന്ധുവ വാസുദേവനെ എന്ന് പറഞ്ഞു നടന്നിട്ടാണ് അവരുടെ ഭക്തി വർദ്ധനമുണ്ടായത്. സ്നേഹാത് യൂയം. നിങ്ങൾ ഭഗവാനോടുള്ള ബന്ധം ധർമ്മപുത്രരോട് നാരദർ പറയാണ്, അത് സ്നേഹബന്ധമല്ലേ. ഞങ്ങൾക്കാണെങ്കിലോ ഭക്തിയ, ഞങ്ങളൊക്കെ ഭക്തിയോടെയാണ് ഭഗവാനെ സമീപിക്കുന്നത്. കഥമോപിന വേനസ്യാത്. ശ്രീമദ് ഭാഗവതത്തിലെ കഥാപാത്രങ്ങളിൽ ഭക്തി ലെവലേശം സ്പർശിക്കാത്ത ഒരേ ഒരു കഥാപാത്രം വേനനാണ്. വേനൽ ഒരു പ്രകാരത്തിലും ഭഗവാനുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു പ്രകാരത്തിലും ഭഗവാനോട് വേനൻ റിലേറ്റ് ചെയ്തിട്ടില്ല. അത്രയും ഈശ്വരവാദിയായിരുന്നു വേനൻ. അതുകൊണ്ട് വേനലിന് മുക്തി ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരും, കംസനായാലും ശരി, ശിശുപാലനായാലും ശരി, ദന്തവക്ത്രനായാലും ശരി, എല്ലാവരും ഏത് പ്രകാരത്തിലായാലും ശരി ഭഗവാനോടുള്ള സംബന്ധം കാരണം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാരദ വാക്യം വളരെ പ്രസിദ്ധമാണ്. ഒരു കൺക്ലൂഷനായിട്ട് നാരദർ പറയുന്നു. എന്താ നാരദർ പറയുന്നത്? തസ്മാത് കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേത്. അതുകൊണ്ട് ഏത് പ്രകാരത്തിലായാലും ശരി, ഏതെങ്കിലും ഉപായം കൊണ്ട് മനസ്സിനെ കൃഷ്ണനിൽ നിർത്താൻ ഉത്സാഹിക്കൂ, ഉദ്യമിക്കൂ. പ്രകാരം ഏതായാലും തരക്കേടില്ല. ഇതാണ് ഉപദേശം. ശിശുപാലനും ദന്തവക്ത്രനും ഒക്കെ ധർമ്മപുത്രരെ അങ്ങനെ അവരുടെ പൂർവ്വചരിതം അറിയാത്തത് കൊണ്ടാണ് വിഷമിച്ചത്. ഇവരാരാന്നറിയോ? ജയവിജയന്മാരെ. വൈകുണ്ഠത്തില് വിഷ്ണു പാർഷദന്മാരും എന്നിട്ട് അവരെങ്ങനെ ഇങ്ങനെ അധപ്പതിച്ചു പോയി? മഹാദുഷ്ടന്മാരായിട്ട് എങ്ങനെ അധപ്പതിച്ചു പോയി? വൈകുണ്ഠത്തിൽ വസിപ്പവർക്ക് അധപ്പതനം ഉണ്ടാവാൻ ന്യായം കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ശ്രീനാരദർ ആ കഥ പറഞ്ഞത്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾ ഒരു 4 പേരെ അവര് യഥേച്ഛയ വൈകുണ്ഠത്തിൽ എത്തിപ്പെട്ടു. മരീച്യാദികൾക്കും പൂർവികരാണ് അവര്. അങ്ങനെയുള്ളവരെ ശരീരദൃഷ്ട്യ 5-6 വയസ്സൊക്കെ കാണുകയും ഈ ജയവിജയന്മാര് അവരെ കുറിച്ച് എന്ത് കരുതി? ശിശൂന്മത്വ, കുട്ടികളാണ് എന്ന് ചിന്തിച്ചിട്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. കടക്ക് പുറത്ത് എന്ന് വൈകുണ്ഠത്തെ ഭേദബുദ്ധി പുലർത്തി പുറത്താക്കിയാൽ അവിടെ രജോ ഗുണ ആധിക്യമുണ്ട്, തമോ ഗുണ ആധിക്യമുണ്ട് എന്നാണ് അർത്ഥം. വൈകുണ്ഠത്തിന്റെ ഭേദബുദ്ധിക്കോ രജസ്തമോ ഗുണങ്ങൾക്കോ സ്ഥാനമില്ല. ഒരു പക്ഷേ ജയവിജയന്മാരിലെ പൂർവികമായ വാസന പ്രകടമായതായിരിക്കാം. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു പതനം ഉണ്ടാവുമ്പോൾ അത് ചില്ലറ പതനമാവില്ല. സനകാദികൾ ഈ ജയവിജയന്മാർക്ക് ഇവിടെ സ്ഥാനമില്ല. ഭഗവാനോട് ഭക്തി ഉണ്ടായിരിക്കുക, ഭഗവത് പാദ ശുശ്രൂഷയെ നിരന്തരം ചെയ്യാം. ഇതാണ് വൈകുണ്ഠത്തിൽ സാധിക്കേണ്ടത്. പകരം ഇവിടെ സർവേശ്വരനെ നിന്ദിക്കും പ്രകാരം മറ്റുള്ള വിജയന്മാരെ ശപിച്ചു. ശാപം 3 ജന്മം ആസുര യോനിയിൽ പിറക്കാനിട വരട്ടെ. ശപിച്ചു കഴിഞ്ഞതും ഇവരിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുക. ജയവിജയന്മാർക്ക് അനുകമ്പ തോന്നി സർവേശ്വരൻ രക്ഷിക്കാൻ എത്തും എന്ന് 3 ജന്മം കഴിഞ്ഞാൽ തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പുനഃപ്രവേശനം ഉണ്ടാവുമെന്നും അനുഗ്രഹിച്ചു.
ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയൊരു ചർച്ച ഭഗവാൻ വിഷ്ണു തന്നെ അവിടെ നേരിട്ട് എഴുന്നള്ളി സനകാദികൾക്ക് വലിയൊരു സങ്കോചം തോന്നി. തങ്ങൾ ഇങ്ങനെ ശപിക്കാൻ പാടുമായിരുന്നോ എന്നുള്ള സംശയം തോന്നി എന്നൊക്കെയുള്ള ചർച്ച അവിടെയുണ്ട്. ഏതായാലും വൈകുണ്ഠമൂർത്തി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ശാപത്തെക്കുറിച്ച് സങ്കോചം ഒന്നും തോന്നണ്ട. എൻ്റെ ഇച്ഛ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏതായാലും ഇനി ഇങ്ങനെ ഒരു ലീലയാടാം. ഇവരുടെ ആസുര ജന്മം, അത് ചെയ്യുന്ന ദ്രോഹം പരിഹരിക്കാനായിട്ട് അവതാരം, അങ്ങനെ പോട്ടെ. അതുകൊണ്ട് ഈ ധർമ്മപുത്രരെ ഇവര് ദിതിപുത്രന്മാരായിട്ട് ജനിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷനെ ഭൂമിയെ ഉദ്ധരിക്കുക എന്ന ഒരു ദൗത്യവുമായി അവതരിച്ച വരാഹമൂർത്തി വഹിച്ചു. ഹിരണ്യകശിപുവിനെ സാക്ഷാൽ നരസിംഹമൂർത്തി ഭരിച്ചു. അടുത്ത ജന്മത്തിൽ ആ ജയവിജയന്മാര് അസുരയോനിയിൽ ജനിച്ചിട്ട് അറിയപ്പെട്ടത് രാവണ കുംഭകർണാദികളായി. രാവണന് കുംഭകർണനുമായിട്ടാണ്. അടുത്ത ജന്മത്തിലാണ് നിങ്ങളുടെ മാതൃ സഹോദരി പുത്രന്മാരായിട്ട് കംസനും ദന്തവക്രനുമായിട്ട് പിറന്നത്. അവർ രണ്ടുപേരെയും ഭഗവാൻ വധിച്ചുല്ലോ. ഇനി അവർക്ക് തിരിച്ചു വരില്ല. അവർ വൈകുണ്ഠ പ്രാപ്തിയെ നേടി എന്ന് പറഞ്ഞു. ശാപകാലാവധി കഴിഞ്ഞു. ഇനി ഹിരണ്യകശിപു കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? സ്വപുത്രനായ പരമഭക്തനായ പ്രഹ്ലാദനിൽ വിദ്വേഷം വളർന്നത് കാരണമാണ് ഹരി അവതാരമെടുത്തു വന്ന് വധിച്ചത്. ഈ വിഷയത്തിൽ ധർമ്മപുത്രർ സംശയം ചോദിച്ചു. മഹാത്മാവായ പ്രഹ്ലാദനിൽ അക്ഷനായ ഹിരണ്യകശിപുവിന് വിരോധം കഥം? എങ്ങനെ വിരോധം ഉണ്ടായി? അസുരകുലജാതനായിട്ടുള്ള പ്രഹ്ലാദൻ എങ്ങനെ പരമഭക്തനായി മാറി? അതും അവിശ്വസനീയം. ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി തരണമെന്ന് പറഞ്ഞു. എന്നാൽ അക്കഥ പറയാം എന്ന് ശ്രീനാരദർ ആരംഭിച്ചു. ശ്രീനാരദർ പറഞ്ഞത് ഇവിടെ സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് വേണ്ടി കോട്ട് ചെയ്യാൻ കേട്ടോ, ഉദ്ധരിക്കുന്നു. എന്താണ്ടായത്? ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടതായി അറിഞ്ഞ് ഹിരണ്യകശിപു സ്വസഹോദരനെ വധിച്ചത് ഹരിയാണെന്ന് അറിഞ്ഞതോടെ ഹരിവിരോധമുള്ളവനായി. തീവ്രമായ ഹരിവിരോധം. ഹിരണ്യകശിപു പറയുന്നത് എന്താണെന്നറിയാമോ? ഹരിയെ ശൂലം കൊണ്ട് കണ്ഠച്ഛേദം ചെയ്ത് ഒഴുകുന്ന രക്തം കൊണ്ട് രുധിരപ്രിയനായ സഹോദരന് തർപ്പണം ചെയ്യണം. ഈ ആഗ്രഹമാണ്. ഇപ്പൊ സഹോദരന്റെ വിഷയത്തിൽ ഹരിവിരോധം വളർന്നു പെരുകിയ ഹിരണ്യകശിപു ദൈത്യലോകത്തെ വിളിച്ചുകൂട്ടി, അസുരപ്രഭൃതികളെയൊക്കെ വിളിച്ചുകൂട്ടി, എന്നിട്ട് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ദേവന്മാര് വളരെ നിസ്സാരരാണ്. ദേവന്മാരുടെ ബലം ഹരിയാണ്. ആ ഹരിയാണ് ദേവന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ട് എന്റെ പ്രിയങ്കരനായ സഹോദരനെ വധിച്ചത്. രുധിരപ്രിയനായ എന്റെ സഹോദരന് തർപ്പണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശൂലം കൊണ്ട് ഹരിയുടെ കണ്ഠച്ഛേദം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സാധിക്കുമെന്നാണെങ്കിൽ ഇവിടെ ഹിരണ്യകശിപുവിന്റെ ബേസിക്കലി അവർ ജയവിജയന്മാരാണല്ലോ. അതുകൊണ്ട് അവിടെ പഠിച്ചതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഹിരണ്യകശിപു പറയാണ്, ഹരിക്ക് ഇപ്പൊ പഴയ ബലമുണ്ടാവാൻ വഴിയില്ല. എന്താ കാരണം? ഭേദബുദ്ധി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട്
പക്ഷേ ഇവിടെ ഹരിക്ക് ഭേദബുദ്ധി വന്നതോടുകൂടി ഹരി ദുർബലനായിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹരിയെ ഹനിക്കാൻ സാധിക്കും. ഇനി ദേവവൃക്ഷത്തിന്റെ, ദേവന്മാരെയൊക്കെ ഒരു വൃക്ഷമായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വേരാണ് ഹരി. അപ്പൊ ഹരിയെ ഹനിച്ചാൽ ദേവന്മാര് ശക്തിക്ഷയം ഏർപ്പെട്ടവരായി മാറും, മൂലക്ഷേദം ചെയ്യും. ഹരിയെ വധിക്കാൻ വേണ്ടി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞു? യത്ര ദ്വിജാ ഗാവാഹ വേദാഹ വർണ്ണാശ്രമക്രിയാഹ തം തം ജനപദം യാത സന്ദീപയത വൃശ്ചത. ബ്രാഹ്മണന്മാരുടെ കർമ്മം കൊണ്ടാണ് ഹരിക്ക് പല പ്രകാരത്തിലും പോഷണം ഉണ്ടാവുന്നത്. അവർ ചെയ്യുന്ന യാഗകർമ്മങ്ങൾ, അവർ ചെയ്യുന്ന നാമജപം, അവർ ചെയ്യുന്ന മറ്റ് പ്രകാരത്തിലുള്ള ദാനാദികൾ, ഇതൊക്കെ നിങ്ങൾ പോയിട്ട് മുടക്കണം. അതുകൊണ്ട് ഹേ അസുരശ്രേഷ്ഠരെ, നിങ്ങൾ എല്ലാവരും ഒരുമ്പിട്ട് ഇറങ്ങിക്കൊള്ളുക. എത്ര ദ്വിജാഹ ഗാവാഹ, എവിടെ ദ്വിജന്മാരുണ്ട്, അതുപോലെ പശു സംരക്ഷകരും പശുക്കളും ഒക്കെ ഉണ്ടോ, വേദാഹ, വേദപാരായണാദികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന ഇടങ്ങളിലൊക്കെ, വർണ്ണാശ്രമക്രിയാഹ, വർണ്ണാശ്രമ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ചു ചെന്ന് തം തം ജനപദം യാത, അതായത് ജനപദങ്ങളിലേക്ക് ചെല്ലുക. എന്നിട്ടോ സന്ദീപയത, തീ വയ്ക്കണം. കേട്ടില്ലേ? ഇന്നിപ്പോ ഭീകരവാദികളുടെ ഒക്കെ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ട് മിസൈൽ അയച്ച് ഹനിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഒരു കാര്യം. പക്ഷെ ഇത് ഉൾത്തെ ഇവിടെ ഭീകരവാദികളെ, അസുരന്മാരെ, രാക്ഷസന്മാരെ വധിക്കാനാണ് ഉദ്യമിക്കുന്നത്. സിന്ദൂരം ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഹിരണ്യകശിപു ആവശ്യപ്പെടുന്നത് ശ്രേഷ്ഠന്മാരെ, സാധുജനങ്ങളെ ഹനിക്കാനാണ്. എന്താ കാരണം? അവർ ചെയ്യുന്ന സത്കർമ്മങ്ങളെ കൊണ്ടാണ് ഹരിക്ക് ബലം ഉണ്ടാവുന്നത്. അപ്പൊ ഹരിബലത്തെ തകർക്കണം. അതിനായിട്ട് നിങ്ങൾ പുറപ്പെട്ടിറങ്ങിക്കോളൂ. ഇവർക്കാണെങ്കിലോ വളരെ സന്തോഷമായി. കാരണം അസുരന്മാർ ആരാണ്? അസുരന്മാര് കഥനപ്രിയരാണ്. സാഡിസ്റ്റ് മെന്റാലിറ്റി എന്നൊക്കെ പറയില്ലേ? മറ്റുള്ളവർക്ക് സങ്കടം വരുമ്പോൾ ഇവർക്ക് സന്തോഷം. അതുകൊണ്ട് ഈ ഓർഡർ കിട്ടിയപ്പോൾ, ഈ ഒരു ആജ്ഞ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവർ പോയി പലരെയും പല പ്രകാരത്തിൽ ദ്രോഹിച്ച് സന്തോഷിച്ചു. കൊലയും കൊള്ളിവെപ്പും, അണക്കെട്ട് തകർക്കുന്നതായൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ? അണക്കെട്ട് തകർക്കലും, വനനശീകരണ വൃക്ഷങ്ങളൊക്കെ ഛേദിച്ചു കളയുക, ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്തു. യാഗക്ഷയം, യാഗങ്ങളെയൊക്കെ ഹനിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദേവന്മാരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ദേവന്മാരുടെ ശക്തി ക്ഷയിച്ച് ദേവന്മാര് ഗത്യന്തരമില്ലാതെ അദൃശ്യരായിട്ട് അലയുന്ന അവസ്ഥയുണ്ടായിരുന്നു. സോദരന് വേണ്ടിയുള്ള ഉദകക്രിയ ചെയ്യാനാണ് പിന്നീട് ഹിരണ്യകശിപു പുറപ്പെട്ടു ചെന്നത്. അങ്ങനെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നോക്കുമ്പോഴേക്കും ശകുനിയും ശമ്പരനും ദൃഷ്ടനും കാലനാഭനും മഹാനാഭനും ഒക്കെ, ഇവരൊക്കെ ഈ ഹിരണ്യാക്ഷന്റെ പുത്രന്മാർ, അവർക്കൊക്കെ വലിയ സങ്കടം. അതുപോലെ ഭാര്യ ഋഷാഭാനു, ഒരു വല്ലാത്ത വിലാപത്തിലാണ്. അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. മാതാവായ ദിതിയെയും, ശിവപ്രജാപതിയുടെ ഭാര്യയാണ് ദിതി, രണ്ട് ഭാര്യമാരാണ്, ദിതിയും അതിഥിയും. അതിഥി പുത്രന്മാരാണ് ദേവന്മാരൊക്കെ. മാതാവിനെയും ആശ്വസിപ്പിച്ചു. ആര്? ഹിരണ്യകശിപു. എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നതറിയോ? ഒന്നാമത്തെ വേദാന്തം. ആത്മാവിന് യാതൊരു നാശവും ഒരു കാലത്ത് സംഭവിക്കുന്നില്ല. ദേഹത്തിനാണെങ്കിലോ നാശം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദേഹനാശം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ഗംഭീര ഉപദേശം. തീർച്ചയായിട്ടും പണ്ട് എപ്പോഴോ ട്യൂഷന് പോയിട്ടുണ്ട്. വേദാന്തമൊക്കെ നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട്. ജയവിജയന്മാരായിട്ട് നമ്മുടെ സമയത്ത് ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ
ഇവിടെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ടും അമ്മ സമാധാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോ എന്നാ ഞാനൊരു കഥ പറയാം. കുശി നഗരങ്ങളിൽ സുയജ്ഞൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. വളരെ സുന്ദരനായിരുന്നു, അതുപോലെ ധീരവീര ശൂര പരാക്രമിയായിരുന്നു. പക്ഷെ എന്നിട്ടും യുദ്ധകളത്തിൽ വെച്ച് ശത്രുപക്ഷത്താൽ വധിക്കപ്പെട്ടു. ഛിന്ന ഭിന്നമായി കിടക്കുന്ന ശരീരം കണ്ട് ഭാര്യമാരൊക്കെ ആർത്തരച്ച് നിലവിളിക്കുകയും മഹാരാജാവിന്റെ ഭാര്യമാർ. ഈ ഒരു കഷ്ടസ്ഥിതി കണ്ടപ്പോൾ യമന് തന്നെ വലിയ കരുണ തോന്നി. എന്നിട്ട് യമൻ ഒരു കൊച്ചു ബാലകന്റെ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് തത്വോപദേശത്തെ ചെയ്തു. ഉദാഹരണമായിട്ട് കുലിംഗ പക്ഷിയുടെ കഥയും പറഞ്ഞു കൊടുത്തു. കുലിംഗ പക്ഷി അതിൻ്റെ പത്നിയെ ചൊല്ലി വിലപിച്ച് ഒടുവിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ആസക്തി കൊണ്ട് നമ്മൾ എത്ര മേൽ അധപ്പതിച്ചു പോകും, മരണം സംഭവിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആസക്തി ബുദ്ധിശൂന്യതയാണ് എന്ന് ഉപദേശിച്ചു. ആത്മാനാത്മ വിവേകവും ഉപദേശിച്ചു. ഇങ്ങനെ ബാലകനായി വന്ന യമ മഹാരാജാവിന്റെ ഉപദേശം കേട്ടപ്പോൾ അവർക്കൊക്കെ തൃപ്തിയായി. ഇങ്ങനെ ആ കഥ വിസ്തരിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ദിതിമാതാവിനും അതുപോലെ ഋഷാഭാനുവിനും മറ്റ് ശമ്പരൻ തുടങ്ങിയിട്ടുള്ള ഹിരണ്യാക്ഷന്റെ പുത്രന്മാർക്കൊക്കെ സമാധാനമായി. തുടർന്ന് ഹിരണ്യകശിപു ആലോചിച്ചത് വരബലം നേടണം എന്നാണ്. വരബലം നേടി അമർത്യതയെ വരിച്ചു ഞാൻ കൊല്ലപ്പെടരുത് എന്ന വരം നേടി ശക്തനാവണം. അതിനുവേണ്ടി ഹിരണ്യകശിപു മന്ദര പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ചെന്ന് കൈ ഉയർത്തിപ്പിടിച്ചുള്ള വിശേഷ തപസ്സാണ് ആരംഭിച്ചത്. പെരുവിരലിലാണ് നിന്നത്. വീട്ടില് നിന്നിട്ടുള്ള തപസ്സാണ്. പെരുവിരലിൽ കൈ ഉയർത്തിപ്പിടിച്ചു, ദൃഷ്ടി ആകാശത്തിൽ ഉറപ്പിച്ചു. ഘോരമായ തപസ്. ഈ തപസ്സിന്റെ ഒരു തീവ്രത കൊണ്ട് വിരാട് രൂപിയെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദേവലോകത്തിലൊക്കെ പല അസ്ഥിരതകളും അനുഭവപ്പെട്ടു. ഈ ഹിരണ്യകശിപു തപസ്സിന് പോയി എന്ന് കേട്ടതും ത്രിഭുവനങ്ങളെയും അടക്കി വാഴുന്ന ഹിരണ്യകശിപു പോയി എന്ന് കേട്ടതും ദേവന്മാര് പൂർവാധികം ശക്തി ആർജിച്ചു വന്ന് യഥാസ്ഥാനങ്ങളെയൊക്കെ അലങ്കരിച്ച് ദൗത്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയും അപ്പോഴാണ് തപസ്സിന്റെ താപം, തപസ് കൊണ്ട് എന്നും ചൂട് വർദ്ധിച്ചു, ശ്വാസം മുട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഇങ്ങനെ ദേവലോകത്തിനും മറ്റുള്ള ലോകങ്ങൾക്കുമൊക്കെ ഹിരണ്യകശിപുവിന്റെ തപം കൊണ്ട് താപമുണ്ടായപ്പോൾ, പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇവരെല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ദേവന്മാരും ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു നാൻമുഖനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് തപോമയ അഗ്നി കൊണ്ട്, തപോമയമായ അഗ്നി കൊണ്ട് ഞങ്ങളൊക്കെ വളരെ പ്രകാരത്തിൽ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് അന്നിതിന് പരിഹാരം എന്തെങ്കിലും ചെയ്യണം. ബ്രഹ്മാവാകട്ടെ ഭൃഗു, ദക്ഷ മുതലായ പ്രജാപതിമാരെയും കൂടെ കൂട്ടി ഈ മന്ദരപർവ്വതത്തിന്റെ താഴ്വരയിൽ ഹിരണ്യകശിപു തപസ് ചെയ്യുന്നിടത്ത് സന്ദർശിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ സ്ഥിതി? ബ്രഹ്മാവിന് തന്നെ അത്ഭുതമായി. എന്താ കണ്ട കാഴ്ച? നദർശപ്രതിച്ഛന്നം വൽമീകതൃണകീചകൈഹി പിപീലികാഭിരാചീർണ മേടസ്ത്വംമാംസശോണിതം. അവിടെ ഹിരണ്യകശിപുവിനെ കാണാൻ പറ്റിയില്ല. കാരണം തപസ്സിന്റെ തീവ്രത കൊണ്ട് ശരീരമൊക്കെ വൽമീകം വന്ന് മൂടിയിട്ടുണ്ട്, ചിതൽപ്പിച്ചു വന്ന് മൂടിയിട്ടുണ്ട്. മുളകളൊക്കെ വളർന്നിരിക്കുന്നു, ചെടിപടലങ്ങളൊക്കെ. മാത്രവുമല്ല എറുമ്പ് തുടങ്ങിയിട്ടുള്ള ക്ഷുദ്ര ജീവികൾ ഈ ശരീരത്തെ ഭക്ഷിച്ച് എല്ലും തോലുകയായി എന്നൊക്കെ പറയുകയെ അതുപോലെയുള്ള കഷ്ടസ്ഥിതിയിലാണ്. പക്ഷെ തപസ്സിനൊരു കോട്ടവുമില്ല.
ഇങ്ങനെയൊക്കെ ശരീരത്തെ പോലും അവഗണിച്ച് ഘോരമായ തപസ്സിൽ ഏർപ്പെട്ടു എന്നാണ് വസ്തുത. വളരെ സന്തുഷ്ടനായി മേഘത്താൽ മറയ്ക്കപ്പെട്ട സൂര്യനെ പോലെ ഹിരണ്യകശിപുവിന്റെ തപോനിഷ്ഠ കണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് ഞാനിതാ വരദനായി വന്നു നിൽക്കുന്നു, സന്തുഷ്ടനായിരിക്കുന്നു, സംപ്രീതനായിരിക്കുന്നു, ഏത് വരവും തരാൻ ഞാനിപ്പോ റെഡിയാണ്, ചോദിച്ചോളൂ എന്ന് പ്രേരിപ്പിച്ചു. എനിക്ക് ഇത്രയും തീവ്രമായ തപസ് ആർക്കും തന്നെ ഇക്കാലം അത്രയും സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തതസ്ഥ ആശിഷ സർവ ദദാമ്യ അസുരപുങ്കവ. അങ്ങേക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ ഒക്കെ അന്വേഷിച്ചോളൂ, ചോദിച്ചോളൂ, ഞാൻ തരാം. തുടർന്ന് ബ്രഹ്മാവ് സ്വന്തം കമണ്ഡലുവിൽ നിന്ന് ഇത്തിരി ജലമെടുത്ത് ആ മന്ത്രപൂരിത ജലം അങ്ങോട്ട് തളിച്ച സമയത്ത് പൂർവാധികം ആരോഗ്യത്തോടെ ശരീര സൗഷ്ഠവത്തോടെ ഹിരണ്യകശിപുവോടെ കാണപ്പെട്ടു. ഹിരണ്യകശിപുവിന് ബ്രഹ്മാവിനെ കണ്ടതും വീണ്ടും ആസുരവൃത്തികൾക്കൊക്കെ അതീതമായി ദൈവീക വൃത്തി ഹിരണ്യകശിപുവിനെ തൽക്കാലത്തേക്ക് പരിലസിച്ചു വേണം വിചാരിക്കാൻ. അതിഗംഭീരമായ സ്തുതി അതല്ലേ, ബ്രഹ്മാവിനെ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. സ്തുതിയൊന്നും വിസ്തരിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അനന്താവ്യക്തരൂപേണ ഏനേതമഖിലം തതം ചിതചിത് ശക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. ഇങ്ങനെയുള്ള സ്തുതികളാണ് ചെയ്തതെന്ന് മാത്രം പറയട്ടെ. അനന്താവ്യക്തരൂപേണ, അനന്തമായ രൂപം അവ്യക്തമായ രൂപത്തോടൊത്തവനാണ് പ്രഭു അവിടുന്ന്. ഏന ഇതം അഖിലം തതം, യാതൊരു തത്വത്താലാണോ ഈ സകലമാന പ്രപഞ്ചവും വ്യാപ്തമായിരിക്കുന്നത്, വ്യാപിച്ചിരിക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തത്വമാണ് അങ്ങ്. ചിത്, ജഡമായിട്ടുള്ളതും ചൈതന്യയുക്തമായിട്ടുള്ളതുമായ സകല പ്രപഞ്ചത്തിലും ഹേ പ്രഭു അങ്ങ് മാത്രമാണ് ഇത്. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ പ്രകാരമുള്ള ഗംഭീര സ്തുതി അങ്ങ് ചെയ്തത്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഹിരണ്യകശിപു സ്തുതി എന്ന് ക്ലാസ് എടുക്കാം. വേദാന്ത ക്ലാസ്സാവും. ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്തുതിയൊക്കെ ചെയ്തു കഴിഞ്ഞു. ബ്രഹ്മാവിന് കൂടുതൽ സന്തോഷമായി. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് മരണം ഉണ്ടാകാതിരിക്കാനുള്ള വരം വേണം. പക്ഷെ അങ്ങനെ ഒരു വരം ആർക്കും കൊടുക്കാൻ പറ്റില്ല. ജനിച്ചാൽ മരണം എന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ കൊല്ലപ്പെടരുത് അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാന്തർബഹിർദിവാനക്തം അന്യസ്മാദപി ചായുധൈഹി ന ഭൂമൗ നാംബരേ മൃത്യുഃ ന നരൈഹി ന മൃഗൈരപി. നാന്തർബഹിഃ, അകത്ത് വെച്ച് ഞാൻ കൊല്ലപ്പെടരുത്, പുറത്ത് വെച്ച് കൊല്ലപ്പെടരുത്. ദിവാനക്തം, ആകാശത്തിൽ വെച്ച് കൊല്ലപ്പെടരുത്, രാത്രി കൊല്ലപ്പെടരുത്, പകല് കൊല്ലപ്പെടരുത്. പിന്നെയോ അന്യസ്മാദപി ച ആയുധൈഹി, ആയുധങ്ങളെ കൊണ്ടൊന്നും ഞാൻ കൊല്ലപ്പെടരുത്. ന ഭൂമൗ നാംബരേ, ഭൂമിയിൽ വെച്ച് കൊല്ലപ്പെടരുത്, ആകാശത്തിൽ വെച്ച് കൊല്ലപ്പെടരുത്. മൃത്യുഹു നരൈഹി മൃഗൈരപി, മനുഷ്യന്മാരാരും എന്നെ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്. പിന്നെ സെപ്പറേറ്റ് ലിസ്റ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. സിദ്ധന്മാർ കൊല്ലരുത്, നാഗങ്ങൾ കൊല്ലരുത്, പക്ഷികൾ കൊല്ലരുത്, ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ഓട്ടയടച്ച് എന്നൊക്കെ പറയുകയെ ഗംഭീര വരപ്രാർത്ഥനയാണ്. ആകാശത്തിൽ ഭൂമിയിൽ വെച്ച് കൊല്ലരുതെന്നാണ് പിന്നെ എവിടെ വെച്ച് കൊടുത്തു. ഇപ്പൊ സ്പേസിനെ നിരാകരിച്ചു. പിന്നെ ടൈം, പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അപ്പൊ ടൈമിനെ നിരാകരിച്ചു. പിന്നെ ഉപാധികളെ, കരണങ്ങളെ, ഇൻസ്ട്രുമെന്റ്സ്, ആയുധേഹി, ആയുധങ്ങളെ കൊല്ലരുത്. പിന്നെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കില്ലേ. മൃഗൈ നരൈ. ഇപ്പൊ കർത്താവിനെ നിഷേധിച്ചു, കൊല്ലുക എന്നുള്ള കർമ്മത്തിന്റെ കർത്താവിനെ നിഷേധിച്ചു, സ്പേസിനെ നിഷേധിച്ചു, ടൈമിനെ നിഷേധിച്ചു, ആയുധങ്ങളെ, എല്ലാ പ്രകാരത്തിലും. ബ്രഹ്മാവാകട്ടെ
മുൻപിൻ ചിന്തയില്ലാതെ തഥാസ്തു എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം ഏറ്റുവാങ്ങിയതോടെ, ഇത് വളരെ ദുർലഭമായ വരമാണ്, പക്ഷെ സംപ്രീതനായതുകൊണ്ട് ഞാൻ നൽകുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിച്ചത്. ഈ അനുഗ്രഹം കിട്ടിയതോടെ ഹിരണ്യകശിപു വരോർജിതനായി, കൂടുതൽ ശക്തനായി. മാത്രമല്ല കമണ്ടലൂർ ജലമൊക്കെ കഴിച്ചിട്ട് നല്ല ആരോഗ്യമൊക്കെ കൈവന്നു. അങ്ങനെ ശക്തനായി പുറപ്പെട്ടു വന്ന് വീണ്ടും ദേവന്മാര് തിരിച്ചു പിടിച്ച ത്രിലോകാധിപത്യത്തെയും സ്വന്തമാക്കി. എന്നിട്ടോ ഇന്ദ്രഭവനത്തിൽ വാസം ആരംഭിച്ചു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികൾ ഒഴികെ ബാക്കി എല്ലാവരും ഹിരണ്യകശിപുവിനെ ആരാധിക്കാൻ നിർബന്ധിതരായി. അവര് സന്ധ്യാനാമം ജപിക്കാൻ എന്തായിരിക്കും? ഓം ഹിരണ്യകശപവേ നമഃ. ഹിരണ്യകശിപുവിനായിക്കൊണ്ട് നമസ്കാരം. ഹിരണ്യായ നമഃ, ഹിരണ്യകശപവേ നമഃ. ഈ പ്രകാരമുള്ള നാമജപങ്ങളൊക്കെ ബാക്കി എല്ലാവരും, ത്രിമൂർത്തികൾ മാത്രം അതിന് വിധേയരായിരുന്നില്ല. ഇങ്ങനൊരു ദുര്യോഗം. യാഗാദികളൊക്കെ മുടങ്ങി. അഥവാ യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിരണ്യകശിപുവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ ഗത്യന്തരമില്ലാതെ ദേവലോകം ബ്രഹ്മാവിന്റെ അടുത്ത് ഒരു മുൻപിൽ നേരെ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് എത്തുന്നു. സ്ഥിതിയൊക്കെ വളരെ കഷ്ടമാണ്. പിന്നെയോ ദേവന്മാരൊക്കെ അശക്തരായി ദുർബലരായിട്ട് അലയുന്ന അവസ്ഥയാണ്. ക്രൂരമായ ഭരണമാണ് ഹിരണ്യകശിപുവിന്റെ ഭരണം. നന്നേക്ക് താല്പര്യമില്ല. ക്രൂരമായ ഭരണം. മദ്ദർശനം വിഭൂതാനാം സർവാശ്രയോപപത്തയേ എന്ന് ആശ്വസിപ്പിച്ചു. മാഭൈഷ്ട വിബുധശ്രേഷ്ഠ, ഹേ ദേവന്മാരെ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. എന്നെ കണ്ടില്ലേ? എന്നെ ദർശിച്ചു കഴിഞ്ഞാൽ അത് വിഫലമാവില്ല. ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്താ ചെയ്യുക? എപ്പോഴാ ചെയ്യുക? അതെ, ഒരു കാര്യം മനസ്സിലായിക്കോളൂ. ദേവന്മാരെയും ബ്രാഹ്മണരെയും പശുക്കളെയും സാധുജനങ്ങളെയും ധർമ്മത്തെയും പരോക്ഷമായി എന്നെയും വിരോധിക്കുന്നവർക്ക്, ദ്രോഹം ചെയ്യുന്നവർക്ക് ആശുവിനാശം, ഉടനെ തന്നെ നാശം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ദേവന്മാരെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രകൃതി ശക്തികളെ, അതായത് വനനശീകരണം, പുഴയിൽ നിന്നൊക്കെ മണൽ കൊള്ളുക, കുന്നൊക്കെ ഇടിച്ച് നിരത്തുക, ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ദേവദ്രോഹം. ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ ആരാ? യോവാഗാഗി ഏതക്ഷരം വിധിത്വ അസ്മാ ലോകാ പ്രൈതി സ്വബ്രാഹ്മണം എന്നാണ് ഉപനിഷത്ത് ബ്രാഹ്മണന് നൽകുന്ന നിർവചനം. അക്ഷരത്തെ അറിഞ്ഞു പോകുന്നവർ, അക്ഷരത്തെ അന്വേഷിക്കുന്നവരും സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധനകളിൽ ഏർപ്പെടുന്നവരും ഈ പ്രകാരത്തിൽ പെട്ടവരൊക്കെ ബ്രാഹ്മണരുണ്ട്. അത്തരം ബ്രാഹ്മണരോടും സജ്ജനങ്ങളോടും ഒക്കെ ദ്രോഹം ചെയ്യുന്നവർ. ഇങ്ങനെ വർണ്ണാശ്രമം എന്ന വ്യവസ്ഥ ഒരു കാലത്തിന്റെ ഉദാത്തമായ സമീപനമായിരുന്നു. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. ജാതീയമായിട്ടൊക്കെ അത് വക്രീകരിച്ചു കളഞ്ഞിടത്താണ് അപകടമുണ്ടായത്. തീർച്ചയായിട്ടും മാനവരാശിയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കായിക ശേഷി കൊണ്ടും ഉത്സാഹം കൊണ്ടും ഒക്കെ അവർ പല പ്രകാരത്തിലാണ് ലോകസേവനം ചെയ്യുന്നത്. ആ പ്രകാരങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് വേണം ഒരു വ്യവസ്ഥിതിയെ കൊണ്ടു നടക്കാൻ. ഇപ്പൊ വിദേശ നാടുകളിലായാലും ശരി, ക്ലാസ് വിഭജനം അവിടെയുണ്ട്. എ ക്ലാസ് ജീവനക്കാർ,
ബികാസ് ജീവനക്കാരൻ എന്ന തരംതിരിവ് അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായത്തെയൊക്കെ തെറ്റ് എന്ന് നമ്മളിപ്പോ ആക്ഷേപിക്കുന്നത് വലിയ അന്യായമാണ്. അതുകൊണ്ട് ആകെ വ്യവസ്ഥ താറുമാറായി കൊണ്ടുവരിക. ഏതായാലും ഇവിടെ ഭഗവാൻ വിഷ്ണു പറഞ്ഞിരിക്കുന്നു, ബ്രാഹ്മണരെയും ഗോക്കളെയും സാധുജനങ്ങളെയും ധർമ്മത്തെയും അതുവഴി എന്നെയും ദ്രോഹിക്കുന്നവർക്ക് ആശുവിനാശം, ഒട്ടനെ തന്നെ അവർക്ക് നാശമുണ്ടാവും. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദ്രുഹ്യേത് അനിഷ്യേപി വരോർജിതം. എത്ര വരബലമുള്ളവരായാലും ശരി, ആരോടും വിരോധമില്ലാതെ ഭഗവത് ഭക്തി കൊണ്ട് ഉന്മത്തനായി വിഹരിക്കുന്ന സ്വന്തം പുത്രനായ പ്രഹ്ലാദനെ ആ ഹിരണ്യകശിപു എന്ന് ദ്രോഹിക്കുന്നുവോ അന്ന് അവന്റെ അന്ത്യം സംഭവിച്ചിരിക്കും എന്ന് ഭഗവാൻ പ്രസ്താവിച്ചു, പ്രഖ്യാപിച്ചു. ദേവന്മാർക്കൊക്കെ ആശ്വാസമായി, അവരൊക്കെ തിരിച്ചു. ഇനി പ്രഹ്ലാദനെ പരിചയപ്പെടാം. പ്രഹ്ലാദന്റെ വർണ്ണനം നടത്തിക്കൊണ്ട് ശ്രീ നാരദർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്നും പ്രഹ്ലാദന്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയേറെ ഉണ്ട് എന്ന് പറയാം. ഇപ്പോഴും കവികൾ അത് പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ശ്രീ നാരദര് പ്രഹ്ലാദ ഭക്തനെയും നാരദ ഭക്തി സൂത്രത്തില് പ്രത്യേകം സ്മരിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയാറുള്ളത് പ്രഹ്ലാദനിൽ നിന്നാണ് ശ്രീനാരദർക്ക് ഭക്തിസൂത്രങ്ങൾ എഴുതാൻ പ്രേരണയുണ്ടായത്. മറ്റു ചിലർ പറയുന്നു പ്രഹ്ലാദനെ ഭക്തിസൂത്രങ്ങളുടെ ഒരു ഉത്തമ നിദർശനമായി, ഉദാഹരണമായിട്ട് സൃഷ്ടിക്കാൻ നാരദർ ആഗ്രഹിച്ചത് പ്രമാണിച്ചാണ് അങ്ങനെ സൃഷ്ടിച്ചത്. ഏതായാലും ശരി, അസുര കുലത്തിൽ പിറന്നവനെങ്കിലും ഭഗവത് ഭക്തി കൊണ്ട് അനുഗ്രഹീതനായ പ്രഹ്ലാദൻ ഗംഭീര മാതൃക തന്നെ. ബ്രാഹ്മണ ഭക്തൻ, സത്സ്വഭാവി, ജിതേന്ദ്രിയൻ, സർവഭൂത സുഹൃത്ത്, അത്യന്തം അനുകമ്പയോടെ പെരുമാറുന്നു. സർവാത്മ ബുദ്ധിയാണ് പുലർത്തിയത്. അത്യന്തം വിനയം, ജ്ഞാനനിഷ്ഠ, ഗുരു ശുശ്രൂഷാദികളിലൊക്കെ നിരന്തര ഉത്സാഹം, എല്ലാവരിലും സമബുദ്ധി. ഇങ്ങനെ പ്രഹ്ലാദ ഗുണവർണ്ണനം ഇന്നും പല കവികളും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ ഗതിഃ. വാസുദേവൻ, ഭഗവാൻ വാസുദേവനിലെ നൈസർഗികമായി തന്നെ ജന്മനാ തന്നെ രതി ഉണ്ടായിരുന്നു. മറ്റ് വിഷയങ്ങളെയൊക്കെ എങ്ങനെയാ കണ്ടത്? നോ ദിഗ്നചിത്തോ വ്യസനേഷു നിസ്പൃഹഃ ഭൂതേഷു ദൃഷ്ടേഷു ഗുണേഷു അവസ്തു ദൃക് ദാന്തേന്ദ്രിയ പ്രാണ ശരീരധീ സദാ പ്രശാന്തകാമോ രഹിതാസുരോ അസുരഃ. അസുരനായിരുന്നെങ്കിലും വിഷയങ്ങളിലൊന്നിലും ഗതിയില്ലാത്തവനായിരുന്നു. വിഷയരതിയുള്ളവനെയാണ് അസുരൻ എന്ന് പറയുക. അസുഷുരമതേ, വിഷയരതിയുള്ളവനാണ് അസുരൻ. പക്ഷെ ഇവിടെ അസുരനായിട്ടും വിഷയങ്ങളെയൊക്കെ പരമാർത്ഥ ദൃഷ്ടിയോടെ കണ്ടിരുന്നില്ല. അതൊക്കെ തന്നെ മായയാണ്, അവയൊക്കെ തന്നെ ഇലൂഷനാണ്, വെറും ഒരു പ്രതീതി മാത്രമാണ് എന്ന് കണ്ടിരുന്നു. അങ്ങനെ ദൃഷ്ടേഷു ശ്രുതേഷു ഗുണേഷു അവസ്തുതർക്ക്, കണ്ടതിലും കേട്ടതിലുമൊക്കെ പരമാർത്ഥ ദൃഷ്ടി ഒരിക്കലും പുലർത്തിയിരുന്നില്ല. ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഒക്കെ സ്വാഭാവികമായി സാധിച്ചെടുത്ത, പ്രാണനിയന്ത്രണവും ഒക്കെ സാധിച്ചെടുത്ത ശരീരാത്മബുദ്ധിയെ ജയിച്ച പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ കുറിച്ച് പറയുക കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. ഏത് നേരവും കൃഷ്ണചിന്തനത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. തസ്മിൻ മഹാഭാഗവതേ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകശിപു രാജൻ അകരോത് അഭമാത്മജേ. ഇപ്രകാരമുള്ള സ്വസുതനായ മഹാത്മാവിനോടാണ്, പുത്രനോടാണ് ഹിരണ്യകശിപുവിന് ദ്രോഹബുദ്ധി ഉണർന്നത്. ധർമ്മപുത്രർക്ക് അത്ഭുതമായി.
യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പൊന്നോമനയോട് അച്ഛൻ എന്തേ വിരോധം വരാൻ ന്യായം? ശ്രീ നാരദര് മറുപടി പറഞ്ഞു, ശ്രീ നാരദര് മറുപടി പറഞ്ഞു, ഹരിയോട് തോന്നിയ വിരോധമാണ് ഹരിഭക്തനോട് തോന്നുന്നത്. സ്വസഹോദരനെ വധിച്ച ഹരിയെ, ആ ഹരിയോട് രൂഢമൂലമായ വിരോധം, അത് ഹരിഭക്തകളിലേക്ക് അങ്ങനെ ഉണ്ടായത്. ആ കഥ പറയാം. എന്താ കഥ? വേദാന്തജ്ഞനായ ശുക്രാചാര്യരുടെ പുത്രന്മാര്, ശണ്ടാമർക്കന്മാര് കൊട്ടാരത്തിനടുത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ കലാലയത്തിലേക്ക്, വിദ്യാലയത്തിലേക്ക് ഉണ്ണെ പറഞ്ഞയക്കാൻ ഹിരണ്യകശിപു നിശ്ചയിച്ചു. അവിടെ ചെന്നപ്പോഴോ പ്രഹ്ലാദൻ അത്ഭുതമായി. എന്താ കാരണം? പഠിക്കുന്ന പാഠങ്ങളൊക്കെ ഭേദബുദ്ധിജനകം. പ്രഹ്ലാദൻ പഠിച്ചതാകട്ടെ എല്ലാം സമം, ഒരേ തത്വത്തിന്റെ ബഹുമുഖിത ആവിഷ്കാരം. ഇന്നിപ്പോ ശാസ്ത്രം കണ്ടെത്തിയ പാഠോക്യം, അതാണ് വേദാന്തം എന്ന് പറയുന്നത്, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടില്ല. വൈവിധ്യമുണ്ടെങ്കിൽ അതൊക്കെ വാസ്തവത്തിൽ ഒരേ സത്യത്തിന്റെ വേരിയസ് എക്സ്പ്രഷൻസ്. ഇത് ഇന്നും അതെ. വൈവിധ്യങ്ങളെ വിശകലനം ചെയ്തു പോയാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രയോഗമുണ്ട്, വാസസ്സു തന്തു പഞ്ഞി ഇത് ആദിമൂല. ഇങ്ങനെ പോകുന്നു. വസ്ത്രം എന്ന് പറയുന്നത് നൂലാണ്, നൂലെന്ന് പറയുന്നത് പഞ്ഞിയാണ്, പഞ്ഞി എന്ന് പറയുന്നത് പഞ്ചഭൂതമാണ്. ഇതുപോലെ ഇന്നത്തെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ശാസ്ത്രം പറഞ്ഞ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സംയുക്തങ്ങളാണൊക്കെ. അത് വിഭജിച്ചു കഴിഞ്ഞാൽ തന്മാത്രകളിലെത്തും. തന്മാത്രകളാകട്ടെ മൂലകങ്ങളാണ്, എലമെന്റ്സ്. നോക്കി ശിഷ്ടം എലമെന്റ്സ് ഉണ്ട്. അതും വിഭജിച്ചു പോയാൽ ആറ്റംസ് ആണ്. അതാകട്ടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങളാണ്. അത് പിന്നെയും കുറെ കണങ്ങളോ അല്ലെങ്കിൽ സ്ട്രിങ്സോ ഒക്കെ ആയിട്ട് വിഭജിക്കാൻ സാധിക്കും. ആത്യന്തികമായിട്ട് ഇതൊക്കെ ഊർജമാണ്. അങ്ങനെ ഒരു ഭൗതിക ഇന്ന് ശാസ്ത്രചിന്തയ്ക്ക് മുന്നിലുണ്ട്. അതിനും അപ്പുറത്ത് ശുദ്ധ ചൈതന്യമാണ് സർവാധാരമായിട്ട് പരിണമിക്കുന്നത് എന്ന പാഠമാണ് പ്രഹ്ലാദൻ പഠിച്ചത്. ആ പാഠത്തിന്റെ വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ ശണ്ടാമർക്കന്റെ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്. ആ ക്ലാസ്സൊക്കെ കേട്ടു, എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ? നരതിന് പറയണം, ഒക്കെ കേൾക്കും, പക്ഷേ ഇത് സാധുവാണ് എന്ന് കരുതിയിരുന്നില്ല. ഈ പാഠങ്ങളൊന്നും അല്ല പഠിക്കേണ്ടത്, പ്രചരിപ്പിക്കേണ്ടതും എന്ന ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഹിരണ്യകശിപു ആഗ്രഹത്തോടെ മകനെ വിളിച്ചു. പഠിച്ച വിഷയത്തിൽ സാധുമന്യേ, സാധുവായിട്ട് ഭവാൻ വിചാരിക്കുന്നത് എന്താണ്, അത് പറഞ്ഞാലും എന്ന് വളരെ വാത്സല്യത്തോടെ ചോദിച്ചു. അതിന് പ്രഹ്ലാദ ബാലകൻ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? തത്സാധുമന്യേ അസുരവര്യ ദേഹിനം സദാ സമുദ്വിഗ്ന ധിയാമസഗ്രഹാത് ഹിത്വാത്മപാതം ഗൃഹമന്ധകൂപം വിനാ വനം ഗതോ യദ്ധരി ആശ്രയേത. ഹരിയെ ആശ്രയിക്കൂ. ഇതാണ് ഞാൻ പഠിച്ച പാഠങ്ങളുടെ ഏറ്റവും അസുരവര്യ, ദേഹാത്മബുദ്ധി കാരണം അങ്ങയുടെ മനസ്സ് വളരെ വിക്ഷുബ്ധമാണ്. ഈ മനസ്സിനെ ജയിക്കാനുള്ള വഴി എന്താ? അന്ധകൂപമായിട്ടുള്ള വീട് ഉപേക്ഷിച്ചു പോകണം. ഇവിടെ അന്ധകൂപം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പല തരത്തിലുള്ള ആസക്തികളാലും കൂലികൾ നിറഞ്ഞ കിണർ പോലെയാണ് വീടിന്റെ അവസ്ഥ. അതിപ്പോഴും നമ്മൾ ഓരോ വീട്ടിൽ വെച്ച് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ വന്ന് എഴുതി നോക്കുമ്പോൾ കേട്ടൊന്ന് എഴുതി നോക്കുന്ന പോലെ തന്നെ അന്ധകൂപം. ഹിത്വ എന്ന് പറഞ്ഞാൽ വീട് വിട്ട് അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി പോകണമെന്നല്ല, അതിലുള്ള ആസക്തിയൊക്കെ കളഞ്ഞ് വസിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം. അതിൽ തെറ്റില്ല. ഏതായാലും വനത്തിൽ പോയി ഹരിയെ ആശ്രയിക്കണം. വനം എന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷം, ഒരു ആംബിയൻസ്, തത്വചിന്തയ്ക്കുള്ള ഒരു ആംബിയൻസ്, അത് ഉറപ്പാക്കണം. ഈ പ്രകാരത്തെ പറഞ്ഞു കേട്ടപ്പോൾ
ഹിരണ്യകശിപു എന്തേ മനസ്സിലാക്കിയുള്ളൂ, ഉണ്ണി ഇതൊന്നും അറിഞ്ഞു പറയുന്നതാവില്ല, ആരോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്, വ്യാജ അധ്യാപകർ കടന്നുകൂടി ഉണ്ടാവണം. രണ്ടാമക്കന്മാർ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. അപ്പൊ വേറെ ആരോ വേഷം മാറി വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞു വിട്ടത്. രണ്ടാമക്കന്മാർക്കാകട്ടെ വിശ്വാസമേ വന്നില്ല. ഉണ്ണിക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് എവിടുന്നാണ്? അവര് ദാന ഭേദ ദണ്ഡാദികളെ കൊണ്ടൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ പഠിപ്പിക്കാതെ തന്നെ ആരാണ് ഈ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു. അതിന് ഈ വിപരീത ബുദ്ധി എവിടെ നിന്ന് കിട്ടി? സ്വപരശ്ചേത്യസദ്ഗ്രഹ പുംസായൻ മായയാ കൃതഃ വിമോഹിതധിയാം ദൃഷ്ടഃ തസ്മൈ ഭഗവതേ നമഃ. ഗംഭീര വേദാന്ത ഉപദേശത്തെ, ഭക്തി ഉപദേശത്തെ പ്രഹ്ലാദൻ ഈ ഗുരുവിന്റെ പുത്രന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു, രണ്ടാമക്കന്മാർക്ക്. അതെ, ഭഗവാന്റെ മായ കൊണ്ടാണ് ഇവിടെ വൈവിധ്യം. നിങ്ങൾ പഠിപ്പിച്ച പാഠമൊക്കെ ഇല്ലേ, എല്ലാം വ്യത്യസ്തമാണ്, എല്ലാം വിരോധിക്കുന്നു തമ്മിൽ, അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ഇല്ലേ? ഈ പാഠങ്ങളൊക്കെ മായ കൊണ്ട് തോന്നുന്നത്. യാതൊരു ഭഗവാന്റെ മായയാണോ ഇതൊക്കെ? ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നിങ്ങളൊക്കെ ആസുര ബുദ്ധികളായിട്ട് അധപ്പതിച്ചു പോയി. എനിക്ക് പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, അവയൊന്നും തന്നെ പരസ്പരം വിരോധിക്കുന്നില്ല. അതിനൊക്കെ ഏകസാരമായിരിക്കുന്ന തത്വം അത് എനിക്ക് മനസ്സിലായി കിട്ടി എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും വലിയ ശിക്ഷയൊക്കെ നൽകിക്കൊണ്ട് വീണ്ടും ത്രിവർഗ പാഠം, ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ധാർമ്മികം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങളൊന്നും അല്ല കേട്ടോ. ഏത് പ്രകാരത്തിലായാലും ശരി അർത്ഥകാമങ്ങളെ നേടണം. അങ്ങനെയുള്ള ത്രിവർഗ പാഠം ഇതാണ് അസുരകുലത്തിൽ ഉണ്ടാവുക. അസുരന്മാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ, കോളേജിലായാലും ശരി സ്കൂൾസിലായാലും ശരി, ഈ പാഠങ്ങളാണ് കണ്ടുകൊടുക്കുക. ആ പാഠങ്ങളൊക്കെ നിറയെ മൂല്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് പറയും. അത് തുടർന്നു. വീണ്ടും ഒരു ദിവസം അമ്മ മകനെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി അച്ഛൻ്റെ സവിധത്തിലേക്ക് നയിച്ചു. ഗുരുക്കന്മാർ പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് പഠിച്ചതൊക്കെ പറയണം കേട്ടോ. ചോദിച്ചു അച്ഛൻ. തൻ്റെ മുന്നിൽ വന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് കണ്ട ഉണ്ണിയെ വാരി പുണർന്ന് വാത്സല്യത്തോടെ മടിയിൽ വെച്ച് ചുംബിച്ച സമയത്ത് ആ പിതാവിന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രു ഒഴുകി. എന്നിട്ട് ചോദിച്ചു, ഇതുവരെ പഠിച്ചതിൽ ഉത്തമമായി തോന്നിയ പാഠം ഏതാണ്? അതിനെ ഉച്ചരിക്കുക. പഴയ പാഠം തന്നെ, പക്ഷെ മോഡിഫൈ ചെയ്യാം. ഹരിയെ ആശ്രയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ആശ്രയിക്കണം എന്ന് അച്ഛൻ അറിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞുതരാം. എങ്ങനെ ആശ്രയിക്കേണ്ടത്? ഹരിയുടെ ചരിതത്തെ പല പ്രകാരത്തിൽ കേൾക്കുക, ശ്രവണം, അതിനെ പറഞ്ഞു നടക്കുക, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, അത് തന്നെ നിരന്തരം അനുഗ്രഹം ചെയ്യുക, പാദസേവനം, കർമ്മങ്ങളെ കൊണ്ട് അവിടുത്തെ പൂജ ചെയ്യുക, അർച്ചനം, പൂജാപുഷ്പങ്ങളെ കൊണ്ട് അവിടുത്തെ ആരാധിക്കുക, വന്ദനം, നമസ്കരിക്കുക, ദാസ്യം, ഭഗവത് ദാസനാണ് എന്ന് വിചാരിക്കുക, സഖ്യം, ആ ഭഗവാനോട് സഖ്യബന്ധത്തെ പുലർത്താൻ ഉത്സാഹിക്കുക, തന്നെ അവിടെ നിവേദിക്കുക. ഇങ്ങനെ 9 വിധം ഭഗവാനെ ആശ്രയിക്കണം. ഇത് കേട്ടതും ഹിരണ്യകശിപുവിന് വല്ലാതെ കോപം വന്നു. ചണ്ടാമർക്കന്മാരുടെ നേരെ ചൂടായി, എന്റെ ശമ്പളവും വാങ്ങിച്ചിട്ട് എന്റെ ശത്രുവിന് അനുകൂലമായ മനസ്ഥിതി, അതിനുള്ള പാഠങ്ങളാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ചോദിച്ചു. ഗുരുപുത്രനാവട്ടെ വളരെ വിനയാന്വിതനായിട്ട് ഭംഗ്യന്തരേണ ചോദിച്ചു, അങ്ങേക്കെതിരായിട്ട് ക്ലാസ്സൊക്കെ എടുക്കാൻ ആർക്കെങ്കിലും ധൈര്യം തരുമോ എന്നുള്ള മട്ടില്. നമപ്രണീതം നവരപ്രണീതം സുതോപതത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജനിയക്ഷമന്യു കഥദാസ്മമാനഃ. ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത്, ഇത് ഞങ്ങളാരും പഠിപ്പിച്ചതല്ല, വേറെ ആരെങ്കിലും വന്ന് പഠിപ്പിച്ചിട്ടുമില്ല. ഹേ ഇന്ദ്രശത്രു, ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള പ്രഭോ, ഇത് യവന്റെ ജന്മനാലുള്ള സ്വഭാവമാണ്. ജന്മനാ വന്നുപോയ, നൈസർഗികമായിട്ട് വന്നുപോയതാണ്. അല്ലാതെ ഞങ്ങൾ ആരും ഇതിന് ഉത്തരവാദികളല്ല, ഞങ്ങളെ ദൈവത്തിൽ ദ്രോഹിക്കരുത്. നേരിട്ട് തന്നെ ഹിരണ്യകശിപു ചോദിച്ചു, തനിക്ക് ആരാണോ ഇതൊക്കെ പറഞ്ഞു തന്നത്? ഈ ഹിരണ്യകശിപുവിന്റെ അവസ്ഥ എന്താണ്? അത്രേ
ഹിരണ്യകശിപുവിനെ കുറിച്ച് പറയുന്നത് തൻ്റെ പുരികപ്പൊടി ഒന്ന് ചലിച്ചാൽ ത്രിലോകങ്ങളും അതിന് അനുസരിച്ച് മാറുന്ന, അങ്ങനെ ത്രിലോകങ്ങളെയും ജയിച്ചു വാഴുന്ന ഈ എന്നെ ധിക്കരിക്കാൻ ആരാ നിനക്ക് പറഞ്ഞു തരുന്നത്? പറഞ്ഞു, ഇതൊക്കെ ഒരു ഭഗവത് അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നതാണ് അർത്ഥം. സാമാന്യേന ഈ ഒരു ബുദ്ധിയൊന്നും ആർക്കും വരില്ല. ഞാൻ പ്രത്യേക പ്രകാരത്തിൽ അനുഗ്രഹീതനായതാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നാലും ഇതൊന്നും ബോധ്യമാവില്ല, സ്വയമൊട്ട് തോന്നുന്നില്ല. ഇളയച്ഛനെ കൊന്ന വിഷ്ണുവിനെ ആശ്രയിക്കുന്ന നീ തീർച്ചയായിട്ടും വധാർഹനാണ്. ഹിരണ്യകശിപു ഭൃത്യന്മാരെ ഭീകരന്മാരട്ടോ, ആ ഭീകര വഹതികളെ ഭീകരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ വധ്യനാണ്, വിഷ്ണുവിന് പോലും ഇവനോട് ഇനി സമ്മതം ഉണ്ടാവില്ല. കാരണം എന്താണ്? ദുർബലനാണ്. അതുകൊണ്ട് വിഷ്ണുവിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക എന്ന പ്രാഥമികമായ ബോധ്യം പോലും ഇല്ലാത്തതുകൊണ്ട് ഇവന്റെ സ്നേഹത്തെ വിഷ്ണു ഗൗരവിക്കില്ല. അതുകൊണ്ട് നിസ്സാരനും നിസ്സഹായനുമായ ഇവനെ ഏതെങ്കിലും പ്രകാരത്തിൽ വധിക്കൂ, വധാർഹനാണ്, വധ്യനാണ്, ചെയ്യൂ. അവർ പല പ്രകാരത്തിൽ കൊല്ലാൻ നോക്കിയിട്ടും കൊല്ലപ്പെടുന്നില്ല. വീണ്ടും ഹിരണ്യകശിപുവിൻ്റെ അടുത്തെത്തി. ഹിരണ്യകശിപു ആകെ തളർന്നുപോയി. താൻ ഒരുപാട് വിരോധത്തെ ചെയ്തിരിക്കുന്നു. ഇവനാണെങ്കിൽ കൊല്ലപ്പെടുന്നു. തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യാൻ സാധ്യതയില്ല. എന്താ ചെയ്യാം? ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുമ്പോൾ ഷണ്ടാമർക്കന്മാര് ചെന്നിട്ട് പറഞ്ഞു, യാതൊരുവന്റെ ചലനത്തിൽ പ്രപഞ്ചാധികാരങ്ങളും വ്യവസ്ഥകളും ഒക്കെ നിലനിൽക്കുന്നുവോ? ഹേ പ്രഭോ, അങ്ങ് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ബാലബുദ്ധി എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിന് ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. തൽക്കാലം ഇവനെ ചെയ്യേണ്ടത് ഒരു മസ്തിഷ്ക പ്രക്ഷാളനമാണ്, ഒരു ബ്രെയിൻ വാഷിംഗ്. അതിനുവേണ്ടി ശുക്രാചാര്യർ വന്നാൽ എല്ലാം നേരെയാവും. ശുക്രാചാര്യർ വന്നാൽ നേരെയാവും. അതുകൊണ്ട് ശുക്രാചാര്യർ വരുന്നത് വരെ ചാടി പോവാതിരിക്കാൻ വരുന്ന പാശം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കാൻ ഞങ്ങൾ ക്ലാസ് തുടരാം. ശുക്രാചാര്യർ വന്നാൽ എല്ലാം നേരെയാവും. അങ്ങനെ വരുന്ന പാശം കൊണ്ട് ബന്ധിച്ച് പ്രഹ്ലാദനെ നടത്തി. ഇടവേള സമയത്ത് അസുര ബാലകന്മാര് പ്രഹ്ലാദനെ ശ്രദ്ധിക്കും. അങ്ങനെ അവര് പ്രഹ്ലാദന്റെ അടുത്ത് ചെല്ലാനിടയായി. കളിക്കോപ്പുകളൊക്കെ ഉപേക്ഷിച്ചും പ്രഹ്ലാദനെ ശ്രദ്ധിക്കാൻ അവർക്ക് തോന്നി. അത്രയും ആ മഹാത്മ്യം ഇങ്ങനെ പ്രസരിപ്പിക്കപ്പെടുന്നുണ്ട്. ചെന്ന് ചോദിച്ചു കുട്ടികള്, ഹേ പ്രഹ്ലാദ, അങ്ങ് അച്ഛനെ അനുസരിച്ച ത്രിഭുവനാധിപതിയായി വാഴാലോ, എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യും? കാരണം കുട്ടികളെ ആയുസ് നശിപ്പിച്ച് കളയാതിരിക്കും. പകുതി സമയം ഉറങ്ങിത്തീരും. പിന്നെയുള്ള സമയമൊക്കെ വിഷയനിഷ്ഠമായ ജീവിതം കൊണ്ട് ശാശ്വതമായ സുഖത്തിന് കിട്ടുകയില്ല. ആത്മാവാണ് ആനന്ദത്തിന്റെ ശരിയായ ഉറവിടം. അതിനെ ആശ്രയിക്കണം കുഞ്ഞുങ്ങളെ. അത് എത്ര നേരത്തെ ആരംഭിക്കാമോ അത്രയും നേരത്തെ ആരംഭിച്ചോളൂ. എന്താ ചിന്തിക്കേണ്ടത്? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയ്ക്കൊക്കെ അതീതമായി പരിലസിക്കുന്ന തത്വമാണ് സർവേശ്വരൻ. ആ സർവേശ്വരനെ ആശ്രയിക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസ അസുരാത്മജാഹ. ഹേ അസുരകുമാരന്മാരെ, ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് പ്രയാസകാരിയായിട്ടുള്ള കാര്യമല്ല. എന്താ കാരണം? ഈ ഭഗവാനാണ് സർവവ്യാപിയായി സർവ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നത്. അതുകൊണ്ട് സ്വസ്ഥമായി നിവർന്നിരുന്ന് ശരീരചേഷ്ടകളെയൊക്കെ ആവോളം നിയന്ത്രിച്ച് മനഃചിത്തവൃത്തികളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച ശേഷം സർവ അധ്യക്ഷനായി പരിലസിക്കുന്ന ആ പ്രഭുവിനെ വിചാരം ചെയ്യാൻ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യമാണ് അധ്യക്ഷൻ. ആ ചൈതന്യം തന്നെയാണ് ഏവരിലും പരിലസിക്കുന്നത്.
ആരാധിക്കാൻ സാധിക്കൂ. വീട്ടിലെ ജീവിതത്തെ സാർത്ഥകമാക്കും. വിഷയാധിഷ്ഠിത ജീവിതം കൊണ്ട് ശാശ്വതമായ സുഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ വാസനകളൊക്കെ നേടിയെടുത്ത് കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് പെട്ടാലേ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ഹരിയെ ആശ്രയിക്കുക. ഹരിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക എന്നല്ല അർത്ഥം. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ആവേശങ്ങളൊക്കെ പരിഹരിക്കാൻ ഉദ്യമിക്കാം. പക്ഷെ അതൊക്കെ ഈ ആത്മചിന്തനത്തിന്റെ, സർവേശ്വര ചിന്തനത്തിന്റെ, നാരായണ ചിന്തനത്തിന്റെ, ഹരിചിന്തനത്തിന്റെ അടിത്തറയിലാവട്ടെ, അടിസ്ഥാനത്തിലാവട്ടെ. ഇങ്ങനെ ജീവിതത്തെ മാറ്റിയെടുത്താൽ നിങ്ങൾക്കൊക്കെ എനിക്ക് ലഭിച്ച അനുഗ്രഹം ഉണ്ടാവും. കണ്ടില്ലേ, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും. പ്രഹ്ലാദ, അവൻ എവിടെന്നൊക്കെ മനസ്സിലാക്കിയത്? നാരദരിൽ നിന്നും. നാരദൻ പഠിപ്പിക്കാൻ വരാറുണ്ടോ? ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെയല്ലേ പഠിക്കുന്നത്, പിന്നെ എങ്ങനെ നാരദർ വന്ന് ക്ലാസ് എടുക്കുന്നു? അതോ, പണ്ട് അച്ഛൻ തപസ് ചെയ്യാൻ പോയ സമയത്ത് ദേവേന്ദ്രൻ ദേവലോകങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ചു. അങ്ങനെ എൻ്റെ അമ്മയെ അപഹരിച്ച് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് നാരദർ കണ്ട് ചോദിച്ചു, എവിടേക്കാ കൊണ്ടുപോണത്? ഇവള് നിരുപദ്രവ തനിയല്ലേ? പറഞ്ഞു, ഈ വഴി അസുര വിത്ത് വളരുന്നുണ്ട്, മുളയിലെ ഛേദിച്ചു കളയാൻ ചേട്ടാ. പറഞ്ഞു, അവൻ മഹത് അനുഗ്രഹം കൊണ്ട് ആസുരവൃത്തിയുള്ളവനല്ല, മഹാത്മാവാണ്. അതുകൊണ്ട് എനിക്ക് വിട്ടുതരും. അങ്ങനെ കയാധുവിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി നാരദർ അവിടെ സത്സംഗം സ്ഥിരമായിട്ട് നിർവഹിക്കുമായിരുന്നു. ഈശ്വര തത്വത്തെക്കുറിച്ചും അതുപോലെ പ്രപഞ്ചാവസ്ഥകളെക്കുറിച്ചും സത്സംഗത്തിൽ ക്ലാസ്. അമ്മയെ ഉദ്ദേശിച്ച് മാത്രമല്ല, എന്നെ ഉദ്ദേശിച്ചുമാണ് ഉപദേശിച്ചത്. അമ്മ അതൊക്കെ മറന്നുപോയി. കാലസ്വാധീനം കൊണ്ടും സ്ത്രീത്വ ഭാവം കൊണ്ടും മറന്നുപോയി. മഹത് അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതാണ് കാര്യം. എന്തിനേറെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയില്ലേ, അത് പൊതുവെ ഭൂരിപക്ഷം കുട്ടികള് ന്യൂനപക്ഷത്തെയാണ് സ്വാധീനിക്കുന്നത്. ഇവിടെയാകട്ടെ പ്രഹ്ലാദ ബാലകനേകൻ, മറുവശത്ത് അസുര വൃത്തികളുള്ള അസുര കുട്ടികൾ ധാരാളം. പക്ഷേ ഇൻഫ്ലുവൻസ് ഉണ്ടായത് പ്രഹ്ലാദൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. വിവരമറിഞ്ഞ ശണ്ടാമർക്കന്മാരാകെ തകർന്നുപോയി. അവര് വിവരം ചെന്ന് ഹിരണ്യകശിപുവിനോട് പറയുന്നതും ഹിരണ്യകശിപു ആകട്ടെ കോപാവിഷ്ടനായി ഈ പ്രഹ്ലാദ ബാലകനെ ഹനിക്കാൻ ഉദ്യമിക്കുന്നു. എന്റെ പുലികപ്പൊടിയുടെ ചെറിയ ചലനം ത്രിഭുവനങ്ങളെയും സ്വാധീനിക്കുന്നു. അങ്ങനെ ബലവാനായ എന്നെ ധിക്കരിക്കാൻ നിനക്ക് ബലം എവിടെ നിന്ന്? പ്രഹ്ലാദ ബാലകൻ തന്റെ ബോധ്യത്തെ പങ്കുവയ്ക്കുന്നു. കേവലം എന്റെ ബലം മാത്രമല്ല പ്രഭോ, അവിടുത്തെ ബലം മാത്രമല്ല പ്രഭോ, സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്ന ബലം അത് നാരായണ ബലമാണ്. ആ നാരായണനാണ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്താണ് ഹിരണ്യകശിപു കോപാവിഷ്ടനായി തൂണിന് നേരെ ചെന്ന് നാരായണൻ വന്ന് നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ എന്ന് പ്രഹരിക്കുന്നതും സാക്ഷാൽ നരസിംഹപ്രഭു പ്രത്യക്ഷപ്പെട്ട് പ്രഹ്ലാദ ബാലകനെ രക്ഷിക്കുന്നതും ഹിരണ്യകശിപുവിനെ വധിച്ച് അവതാര ദൗത്യം നിർവഹിക്കുന്നതൊക്കെ ആ ഭാഗം വായനയോടൊപ്പം നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കട്ടെ. പ്രഹ്ലാദ ചരിതം ഈ കാലത്തിൻ്റെ സകലമാന ദൗർഭാഗ്യങ്ങൾക്കും പരിഹാരമായി, ഇന്നത്തെ 100,000 പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അന്തര്യാമിയെ ആരാധിക്കുക എന്ന സന്ദേശം പങ്കുവയ്ക്കുന്ന പ്രഹ്ലാദ ചരിതം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രദ്ധാലുക്കളായി കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമോവാദം. ഒപ്പം തന്നെ ഈ സത്ര സംഘാടക സമിതിയെയും ഹൃദയംഗവുമായി അഭിനന്ദിക്കട്ടെ. മറ്റ് ആഖ്യാനങ്ങൾ കൊണ്ടും നമ്മുടെ ദുർവാസനകളെയൊക്കെ ജയിക്കാനും ജീവിതം ഈശ്വര അന്വേഷണത്തിന് ഉത്സാഹപൂർവം ജീവിത വൃത്തികളെ ഏകോപിപ്പിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് ഗുരു പരമ്പരയും ശ്രീകൃഷ്ണ പരമാത്മാവും അതുപോലെ
ഗുരു തുല്യരായ പ്രഭാഷകരുമൊക്കെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.